നമസ്കാരം. ഏറെ നാളായി മലയോര ജനതയുടെയും മലയോര കർഷകരുടെയും ഒരു ആവശ്യത്തിന് അവസാനം ഒരു ചെറുവിരലനക്കാൻ സർക്കാർ തയ്യാറായിരിക്കുകയാണ്. കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമം അത് പാസാക്കാനുള്ള ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇനിയും ആ ബില്ല് നിയമമാകാൻ കടമ്പകൾ ഏറെയാണ്. പക്ഷേ വൈകി വന്ന വിവേകം പോലെ സർക്കാർ ആദ്യ നടപടി എടുത്തിരിക്കുന്നു. മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നു. എന്താണ് മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്ന ആ ബിൽ? അത് മലയോര കർഷകർക്കും മലയോര ജനതയ്ക്കും പര്യാപ്തമായ ഒരു ബില്ലാണോ? ഇതിനെ എങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസും മലയോര ജനതയുമെല്ലാം നോക്കിക്കാണുന്നത്? നേർക്കാഴ്ച ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് AKCCയുടെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴുകയിലാണ്. അദ്ദേഹത്തെ നമുക്ക് നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, സ്വാഗതം. സാർ, ഇന്ന് AKCC സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസ വാർത്ത വന്നിട്ടുണ്ട്. അതായത് അക്രമകാരികളായ വന്യമൃഗങ്ങളെ, നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള അംഗീകാരം മന്ത്രിസഭ നൽകിയിരിക്കുന്നു. ഇനി അത് നിയമസഭയിലേക്ക് പാസ്സാക്കാനായിട്ട് എത്തിക്കും. അപ്പോൾ ഒരുപാട് നാളത്തെ AKCCയുടെയൊക്കെ ഒരുപാട് നാളത്തെ ആവശ്യമായിരുന്നു ഇന്ന് അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഈ അംഗീകാരത്തെ AKCC അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമം കേരള ഭേദഗതിയാണ് കൊണ്ടുവരാൻ പോകുന്നത്. വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി നിയമമാണ് വരാൻ പോകുന്നത്. വന്യജീവികള് മൂന്നാം ഷെഡ്യൂളിൽ, കേന്ദ്ര നിയമത്തിന്റെ വനനിയമത്തിന്റെ മൂന്നാം ഷെഡ്യൂളിൽ പെടുന്നതായതുകൊണ്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും അതിന്മേൽ നിയമനിർമ്മാണം നടത്താം. സംസ്ഥാനത്തിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ജീവന സ്വത്തിന് സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാരിന് നിയമ ഭേദഗതികൾ കൊണ്ടുവരികയും ആ നിയമ ഭേദഗതികൾ സബ്സിക്വന്റ് ആയിട്ട് കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിക്കുകയും വേണം. ഇതാണ് സാധാരണയായി നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാർ ഈ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ കേരള ഗവൺമെന്റിന്റെ ഭേദഗതി കൊണ്ടുവരുന്നതിനകത്ത് അപകടകാരികളായ വന്യജീവികളെ കൊല്ലുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് കൂടെ അധികാരം നൽകും എന്നുള്ളതാണ്. മുഖ്യ വനപാലകനിലൂടെ ആ അധികാരം ജില്ലാ കളക്ടറിലേക്കും എത്തും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോൾ 1972 വനസംരക്ഷണ നിയമം അനുസരിച്ച് ജില്ലാ കളക്ടർ ഈ അധികാരം ഉണ്ട്, മുഖ്യ വനപാലകനുണ്ട്. അപകടകാരികളായ വന്യജീവികളെ കൊല്ലുന്നതിന് ഉത്തരവ് കൊടുക്കാനായിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. ആ ഉത്തരവ് വേണമെങ്കിൽ അദ്ദേഹത്തിന് കളക്ടർക്ക് കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാം. അതിനൊക്കെയുള്ള അധികാരങ്ങൾ ഇപ്പോഴുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ കൊണ്ടുവന്നിരിക്കുന്ന സർക്കാർ വളരെ സന്ദേശത്തോടെയാണ് ഈ നിയമം കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യും. എന്നാൽ നമ്മൾ ഇതുവരെ കണ്ടിടത്തോളം വനം വകുപ്പിന്റെ ഈ തൊട്ടടുത്ത നാളിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കരട് രേഖകൾ തയ്യാറാക്കിയുണ്ടായി. ആ കരട് രേഖകൾക്കകത്ത് പോലും മനുഷ്യന്റെ ഭാഗത്തു നിന്നല്ല അവർ സംസാരിച്ചതും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളത്, മറിച്ച് അത് വന്യജീവികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് പറഞ്ഞത് മനുഷ്യനാണ് കുറ്റക്കാരൻ, മനുഷ്യര് കൃഷി ചെയ്യുന്നതുകൊണ്ടും കന്നുകാലികൾ വളർത്തുന്നതുകൊണ്ടുമാണ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത്. അപ്പൊ ഇവിടെ ശരിക്കും വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ കൂടെ വിശകലനം ചെയ്തിട്ട് ആ കാരണങ്ങൾ കൂടെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത്തരം ഒരു നിയമനിർമ്മാണത്തിന് മാത്രമേ ശാശ്വതമായ നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. കാരണം ഇപ്പൊ വൈൽഡ് ലൈഫ് വാർഡന് അധികാരം കൊടുത്താലും ഒരു വന്യജീവി അപകടകാരിയാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഒരാളെ വന്ന് കൊല്ലണം അത്. അല്ലാതെ ഒരു വന്യജീവി ഒരു സ്ഥലത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് അത് അപകടകാരിയാണെന്ന് പറയാനായിട്ട് പറ്റില്ല. അത് വന്ന് ആക്രമിച്ച് കൊല്ലുകയും ചെയ്യണം. അങ്ങനെ കൊന്നെങ്കിൽ മാത്രമാണ് അപകടകാരിയാണെന്ന് പറയുന്നത്. അപ്പോ ഇപ്പോഴത്തെ നിയമ ഭേദഗതി കേട്ടറിഞ്ഞിടത്തോളം വെച്ച് മനുഷ്യന്റെ ജീവന് സംരക്ഷണം നൽകാൻ മാത്രം പര്യാപ്തമാണോ എന്ന കാര്യത്തിൽ എനിക്ക് തികച്ചും സംശയമുണ്ട്. അങ്ങനെ മനുഷ്യന്റെ ജീവന് സംരക്ഷണം നൽകാൻ മാത്രം പര്യാപ്തമാകണം എങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ആ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കേന്ദ്ര വനസംരക്ഷണ നിയമം 1972 സെക്ഷൻ 2 36 വകുപ്പ് അനുസരിച്ച് വന്യമൃഗം ഷെഡ്യൂൾ 1 2 പെടുന്ന വന്യമൃഗങ്ങളാണെങ്കിൽ അവ എവിടെ കണ്ടാലും അത് വന്യജീവിയാണ്, അവർക്ക് സംരക്ഷണ അവകാശമുണ്ട്. അപ്പോ അങ്ങനെ എവിടെ കണ്ടാലും സംരക്ഷണ അവകാശമുള്ള ഒരു വന്യജീവി എന്ന നിലയ്ക്കാണ് ഈ നിയമത്തെ കേരള സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇനിയും മനുഷ്യർ ഇതിനു പേരിൽ മരിക്കുകയാണ് ഇടവരിക.
അതേസമയത്ത് വന്യജീവികളുടെ നിൽക്കേണ്ട സ്ഥാനം ഏതെന്ന് സംസ്ഥാനം നിശ്ചയിക്കണം. വന്യജീവികൾ വനത്തിനകത്ത് തന്നെ നിൽക്കണം. വനത്തിന് പുറത്ത് എവിടെ കണ്ടാലും വന്യജീവികൾക്ക് നിയമപരമായ സംരക്ഷണം ഉണ്ടാവില്ല എന്ന ഒരു കൃത്യമായ വകുപ്പ് ഈ ഭേദഗതിക്കകത്ത് ഉണ്ടായി എങ്കിൽ മാത്രമേ ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പര്യാപ്തമാകുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, വന്യജീവികൾ വനത്തിനകത്ത് അല്ല നിന്നും അകത്താണെങ്കിൽ മാത്രമേ അവയ്ക്ക് നിയമപരമായ സംരക്ഷണമുള്ളൂ. വനത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ 236 സംരക്ഷണം വന്യജീവികൾക്ക് കിട്ടില്ല എന്ന കൃത്യമായ വകുപ്പ് ഈ നിയമത്തിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് ജനങ്ങൾക്ക് ഗുണകരമാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് വന്യജീവി മനുഷ്യനെ ആക്രമിച്ചു കഴിയുമ്പോൾ മാത്രമേ അത് ആക്രമണകാരിയാണെന്ന് തിരിച്ചറിയുള്ളൂ. ആക്രമണകാരിയാണെന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും ആ വന്യജീവി ആ മനുഷ്യനെ കൊന്നിട്ടുണ്ടാകും, ആ വന്യജീവി രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അതേ വന്യജീവി തന്നെയാണ് പിന്നെ ആ വന്യജീവി ഒരു സ്ഥലത്ത് വന്നാൽ ആദ്യം മനുഷ്യനെ ആക്രമിച്ച വന്യജീവി തന്നെയാണ് ഇത് എന്ന് പിന്നെയും ബോധ്യപ്പെടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിയമത്തെ മനുഷ്യന്റെ ഭാഗത്തു നിന്നുകൊണ്ട് എടുത്തെങ്കിൽ മാത്രമേ അത് മനുഷ്യന് ഉപകാരപ്രദമാകുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇവിടെ ഈ തരത്തിൽ ഉള്ള സമീപനത്തിന് മാറ്റം വരുത്തുവാൻ ഗവൺമെന്റ് തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ തരത്തിൽ മാറ്റം വരുത്താൻ തക്ക വകുപ്പുകൾ ഇതിനകത്ത് ഉൾപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നിയമത്തെ നമ്മൾ 100% സ്വാഗതം ചെയ്യും. അതേസമയത്ത് ഇപ്പോ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെയുള്ള ഒരുതരം ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഇപ്പോ പ്രകടന പത്രികയ്ക്ക് എഴുതി വെക്കണമല്ലോ വന്യജീവി സംരക്ഷണ നിയമം നടപ്പാക്കിയത്. അങ്ങനെ പ്രകടന പത്രികയിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ സ്വാഗതം ചെയ്യാനായിട്ട് സാധ്യമല്ല. ഞാനിത് പറയുന്നതിനകത്ത് വളരെ വ്യക്തമായ ചില ഡോക്യുമെന്ററി കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ സാർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ മന്ത്രിസഭ പാസ്സാക്കിയിരിക്കുന്ന ഈ ഒരു കാര്യം കൊണ്ട് മലയോര മേഖലയിൽ ജീവിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ മലയോര കർഷകർക്കോ പ്രത്യേകിച്ച് പ്രഥമദൃഷ്ട്യാ വലിയ ഉപകാരം ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണോ? അതായത് പേര് കേൾക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നുമെങ്കിലും അത് നടപടിയിലേക്ക് വരുമ്പോൾ വീണ്ടും അതിൽ വളരെ വ്യക്തതയോടുകൂടി വനത്തിന് പുറത്തുള്ള വന്യജീവികൾക്ക്, വനത്തിന് പുറത്ത് വന്യജീവികൾ കടന്നാൽ അവയെ വെടിവെക്കാം എന്നൊരു വകുപ്പ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ നിയമം ജനങ്ങളുടെ ജീവന സംരക്ഷണം കൊടുക്കാൻ പോകുന്നില്ല. അത് വീണ്ടും പഴയതുപോലെ നൂലാമലകളിലേക്ക് പോവുകയുള്ളൂ. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ നിബന്ധനകളോടെ ആണെങ്കിലും വനത്തിന് പുറത്ത് നടക്കുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് അധികാരം ഉണ്ടല്ലോ. അത് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതിനോടനുബന്ധമായി വന്നിട്ടുള്ള മറ്റു വ്യവസ്ഥകൾ കാരണമാണ്. വന്യജീവികളെ നിരീക്ഷിക്കണം, അതിന് ഇത് അപകടകാരിയാണെന്ന് ബോധ്യപ്പെടണം, പിന്നെ ഇതിന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ അതിനെ മറ്റു രീതിയിൽ വെടിവെക്കുന്നതിനുള്ള പറ്റുള്ളൂ. ഇത്രയും കാര്യമൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും ഇത് അനേകം ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതെ വനത്തിന് പുറത്ത് കിടക്കുന്ന വന്യജീവികൾ അപകടകാരിയാണ് എന്ന നിർവചനത്തിലേക്ക് കാര്യങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഇത് ഗുണകരമാകുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയുകയാണ്. തീർച്ചയായിട്ടും. എങ്കിലും മറ്റൊരു കാര്യം, ഇതൊരു വൈകി വന്ന വിവേകമായിട്ട് കാണാൻ സാധിക്കുമോ സർക്കാരിന്? ഈ ഒരു അംഗീകാരം ഈ അവസാന നിമിഷം സർക്കാരിൻ്റെ കുറച്ച് മാസങ്ങൾ മാത്രം മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു മന്ത്രിസഭ അംഗീകാരം അതിൻ്റെ ഒരു പ്രാഥമിക സ്റ്റെപ്പായിട്ടുള്ളൂ. ഇനിയും അതിൻ്റെ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അതേക്കുറിച്ച് നമുക്ക് ചർച്ചയിലേക്ക് വരാം. എങ്കിലും അതിനു മുമ്പ് ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇതൊരു വൈകി വന്ന വിവേകമായിട്ട് കാണുന്നുണ്ടോ? ഇതൊരു വൈകി വന്ന വിവേകം തന്നെയാണ്. എന്താണെന്നറിയാമോ, അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി വിശദീകരിക്കാനുണ്ട്. നമുക്ക് ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ ഉദാഹരണം അറിയാമല്ലോ. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു വന്യജീവി കടന്നു വന്നാൽ, ഞങ്ങള് ജനവാസ മേഖലയിലേക്ക് വന്നാൽ ഞങ്ങൾ അതിനെ വെടിവെക്കുമെന്ന് തീർത്തു വന്നു. അങ്ങനെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കമ്മിറ്റി ആ പ്രമേയം പാസ്സാക്കി സർക്കാരിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ സർക്കാർ ചെയ്തത് എന്താണെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചോ? അത് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസെടുക്കുക മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ കേസെടുക്കുക മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കാട്ടുപന്നിയെ വെടിവെക്കുന്നതിനായി നൽകിയിരുന്ന ആ അധികാരം അവർ പിൻവലിക്കുകയും ചെയ്തു. അപ്പോ ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ധീരമായ നിലപാടെടുത്തു കഴിഞ്ഞപ്പോൾ വനംവകുപ്പിന്റെ നിലപാട് അതിനോട് തികച്ചും പ്രതികൂലമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വനസംരക്ഷണത്തിന് വേണ്ടി അനുവദിച്ചിരുന്ന ഏതാണ്ട് 221 കോടി രൂപ ഉപയോഗിച്ചത് 73 കോടി രൂപ മാത്രമാണ്. ബാക്കി 147.38 കോടി രൂപ ലാപ്സ് ആക്കി കളഞ്ഞു. ആ തുക വിനിയോഗിച്ചിരുന്നെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾ ഇവിടെ കുറയുമായിരുന്നു. അതുപോലെ തന്നെ ആനുവൽ പ്ലാൻ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് ഓരോ വർഷവും വനംവകുപ്പ് കേന്ദ്രത്തിന് നൽകേണ്ടതാണ്. അങ്ങനെ ആനുവൽ പ്ലാൻ ഓഫ് ഓപ്പറേഷൻസ് കേരള സർക്കാർ കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ലാപ്സായ തുക ഇനി കേരളത്തിൽ കിട്ടുകയുമില്ല. അപ്പൊ ഇവിടെ വന്യജീവികൾ വനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കടക്കുന്നത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട് വിനിയോഗിക്കാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല. അപ്പൊ ഇതിനകത്തെ ആത്മാർത്ഥത കൃത്യമായും സംശയമുണ്ട്. അങ്ങനെ ആ സംശയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതൊരു വൈകി വന്ന വിവേകമാണെന്നും ഇതിന് പിന്നിലുള്ളത് വിവേകമാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇലക്ഷനുള്ള താല്പര്യമാണോ എന്ന് സംശയിക്കാതിരിക്കാൻ തക്ക കാരണങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എത്രയൊക്കെ കടമ്പകൾ ഇനി കടക്കണം? അതായത് അടുത്തത് ഇനി ഇതൊരു നിയമസഭയിൽ പാസ്സാകണം, അത് എന്തായാലും പാസ്സാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തുടർന്ന് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു അനുമതി അവിടെ നിന്ന് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുടെ ഒപ്പുവരെ ഒരുപക്ഷെ ഈ ഒരു നിയമം പാസ്സാക്കാനായിട്ട് ആവശ്യമുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രതിസന്ധികൾ, കടമ്പകൾ എന്തൊക്കെയായിരിക്കും? അതിന്റെ പ്രതിസന്ധി ഞാൻ തുടക്കത്തിൽ നിന്ന് നടക്കണോ അവസാനത്ത് നടക്കണോ എന്നാണ് ഇപ്പൊ എന്റെ ഒരു സന്ദേഹം. എന്താന്ന് ചോദിച്ചാല്, ഈ നമ്മുടെ മൂന്നാറിലേക്കുള്ള പാത, നേര്യമംഗലത്ത് നിന്നും വാളറയ്ക്കുള്ള വഴി വെട്ടുന്നതിന് ആ റോഡ് സർക്കാരിൻ്റെതല്ല, അത് PWDയുടെ ആണ്. അതിലെ റോഡ് വെട്ടാൻ തടയാൻ വനംവകുപ്പിന് അധികാരമില്ല എന്ന കൃത്യമായ കോടതി നിരീക്ഷണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഗവൺമെന്റ് അപ്പീലിന് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്ത ഒരു മറ്റം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ആ വിധിക്കെതിരെ അപ്പീലിന് പോവുകയും നേര്യമംഗലത്ത് നിന്ന് വാളറയ്ക്കുള്ള ഹൈവേ നിർമ്മാണത്തിന്റെ ആ അനുമതി അത് സ്റ്റേ വാങ്ങിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ സ്റ്റേ വാങ്ങിച്ചത് വനംവകുപ്പല്ല, സർക്കാരല്ല, പക്ഷെ വനംവകുപ്പുമായി മുൻകാലത്ത് ബന്ധപ്പെട്ടിരുന്ന ബിനാമി ആളുകളാണ്. ഇവിടെ ഈ തെരുവുനായകളുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ, ഒരു അപ്പിയറൻസിന് 50 ലക്ഷവും ഒക്കെ രൂപ കൊടുക്കേണ്ടി വരുന്ന വലിയ വക്കീലന്മാരെ തെരുവുനായ്ക്കൾ ഫീസ് കൊടുത്ത് അവർക്ക് വേണ്ടി വാദിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ വരുമ്പോ ഇത് എങ്ങനെയൊക്കെ ഈ ബില്ല് പാസ്സാക്കിയാലും ഈ ബില്ല് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി കോടതിയിൽ പോകില്ല എന്നും കൂടെ സർക്കാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതാണ് എനിക്ക് ഈ അവസാനം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി തുടക്കത്തിൽ നിന്ന് വന്നാൽ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും, ബില്ലിന്മേൽ സ്വാഭാവികമായും ചർച്ചയുണ്ടാകും, ചർച്ചയ്ക്ക് ശേഷം ആ ബില്ല് പാസ്സാക്കും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. കാരണം കോൺഗ്രസ്, അതായത് UDF-ഉം LDF-ഉം ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ നിയമസഭയ്ക്ക് പാസ്സാക്കാൻ പറ്റാതെ ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാം, അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. ഇനി നിയമസഭ പാസ്സാക്കിയാൽ ഗവർണറുടെ അംഗീകാരത്തിന് പോകണം. ഗവർണറുടെ അംഗീകാരത്തിന് മുമ്പ് സ്വാഭാവികമായും അത് കേന്ദ്രത്തിന്റെ അംഗീകാരം ആവശ്യമുണ്ട്. കാരണം ഇത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്, ഷെഡ്യൂൾ 3-ൽ പെടുന്നതാണ്. അപ്പൊ രണ്ട് വകുപ്പുകൾക്കും, രണ്ട് വിഭാഗത്തിനും, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരമുള്ളതുകൊണ്ട് കേന്ദ്രത്തിന്റെ നിയമത്തെ ഇത് ഖണ്ഡിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒന്ന് പോകേണ്ടതുണ്ട്. അപ്പോ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും ഉള്ളിടത്ത് കേന്ദ്ര നിയമത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു നിയമം പാസ്സാക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ കേരള സർക്കാരിന് ഈ നിയമം പാസ്സാക്കി എടുക്കണമെങ്കിൽ ഇവിടെ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഘടകമുണ്ട്. അതെന്ന് പറയുന്നത് ഒരു സോവറിൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഘടകമാണ്. എന്താണ് ഈ സോവറിൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയുടേതല്ല, മറിച്ച് ഒരു പൊതു ആവശ്യത്തിന്റെ ഭാഗമായി നടക്കുന്നതാണെന്നും അതിന്റെ പേരിൽ ഒരു കുറ്റകൃത്യത്തിന് സമാനമായ ഒരു കൃത്യം നടന്നാൽ പോലും അതൊരു കുറ്റകൃത്യമാവില്ല എന്നുമാണ്. നമ്മുടെ എൻട്രിക്ക ലെക്സി കേസ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. മറ്റേ ഇറ്റാലിയൻ നാവികര് നമ്മുടെ മുക്കുവരെ വെടിവെച്ച് വന്ന്, ആ മുക്കുവരെ വെടിവെച്ച് വന്ന മുക്കുവർക്ക് പട്ടാളക്കാർക്ക്, ഇറ്റാലിയൻ പട്ടാളക്കാർക്ക് വധശിക്ഷ കൊടുക്കാതെ പോയതും അവരെ രക്ഷപ്പെടുത്തിയതും അവർക്ക് യൂണിഫോമിലുള്ള പട്ടാളക്കാർ എന്നുള്ള നിലയ്ക്ക് അവരുടെ വാഹനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരമുള്ളതുകൊണ്ടും അതിന്റെ പേരുള്ള ഒരു സോവറിൻ ഇമ്മ്യൂണിറ്റി കൊടുത്തുകൊണ്ടാണ്. അതുപോലെ ഒരു കൃഷി സ്ഥലത്ത് ഒരു കൃഷിക്കാരൻ അവിടെ കൃഷി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാട്ടുമൃഗം അവനെ ആക്രമിക്കാൻ വന്നാൽ ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇവൻ ആ കാട്ടുമൃഗത്തെ കൊല്ലേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ ഇമ്മ്യൂണിറ്റി കൊടുക്കണം, അവൻ അതിൽ നിന്ന് സംരക്ഷണം കൊടുക്കണം. അത്തരത്തിൽ കൃഷിയിടത്തിൽ നിൽക്കുന്ന കർഷകന് അവന്റെ കൃഷിയിടത്തിൽ വെച്ച് അവനെ ഏൽക്കേണ്ടി വരുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ ഒരു സോവറിൻ ഇമ്മ്യൂണിറ്റിയുടെ ഒരു വകുപ്പ് കൂടെ ഉൾപ്പെടുത്തുവാനായിട്ട് ഇതിന്റെ അകത്ത് ഗവൺമെന്റ് തയ്യാറായെങ്കിൽ മാത്രമേ ഈ ഏതൊരു നിയമ ഭേദഗതിയും ഫലപ്രദമാകുകയുള്ളൂ. അതായത് സ്വന്തം ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഒരു പൗരന്റെ അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. പക്ഷെ അതിന്റെ ഭാഗമായി ഒരു വന്യജീവിയെ കൊല്ലേണ്ടി വന്നാൽ അത് ഇവന്റെ ഈ ഇദ്ദേഹത്തിന്റെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ മുകളിലല്ല, അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നതായിരിക്കണം. ആ തരത്തിൽ ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സോവറിൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടി ഈ നിയമത്തിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ നിയമത്തിന് ഫലപ്രദമായി നിലനിൽക്കാനാവുകയുള്ളൂ. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ കേന്ദ്ര നിയമത്തെ മറികടക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഭരണഘടനയെ ഉറപ്പു നൽകുന്ന ആണ് മനുഷ്യന് ജീവനും സ്വത്തിനും സംരക്ഷിക്കാനുള്ള അവകാശം. അത് സംരക്ഷിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട്. ആ അവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വന്യജീവി ആക്രമണത്തിന് എതിരായി, അല്ലെ വന്യജീവികളെ കൊല്ലാനുള്ള അധികാരം നൽകുന്നത് എന്ന ക്ലോസ് വന്നെങ്കിൽ മാത്രമേ വന്യജീവി സംരക്ഷണത്തിന്റെ പേരിലുള്ള നിയമത്തെ മറികടക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ വന്യജീവി സംരക്ഷണത്തിന് പേരിലുള്ള നിയമത്തെ മറികടന്ന് മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വകുപ്പുകളിലേക്ക് ഈ കാര്യങ്ങൾ വരണം. അത് തീർച്ചയായും വളരെ കൃത്യമായ നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിയമ കാഴ്ചപ്പാടോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ ഈ ഘടകം ഉൾപ്പെടുകയുള്ളൂ. ഇത് ഇതിനകത്ത് വലിയ സന്ദേഹമുള്ളൊരു ഘടകം തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വിഷയം AKCC ആയിക്കോട്ടെ, ഇപ്പോൾ കത്തോലിക്ക സഭ ആയിക്കോട്ടെ, ഇങ്ങനെ കൂടുതലും ഈ ഒരു വിഷയത്തിൽ
ഒരുപാട് നാളുകളായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നത് AKCC ആണ്. ഒരുപാട് സമരങ്ങൾ AKCC ഇതിനു വേണ്ടി നയിച്ചിട്ടുണ്ട് കേരളം മുഴുവനും. നമ്മുടെ മെത്രാന്മാരെല്ലാം തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. പക്ഷേ അന്നൊന്നും ഇത് ചെയ്യാതിരുന്ന സർക്കാർ ഇന്ന് ചെയ്യുമ്പോൾ ഒരു എലക്ഷൻ മുൻനിർത്തി മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ കുറേ പ്രതിസന്ധികളുണ്ട്, ഈ പ്രതിസന്ധികളൊക്കെ കടന്നു വേണം ഇത് ജനങ്ങളിലേക്ക് എത്താൻ. പക്ഷെ അത്തരത്തിൽ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു എലക്ഷന് വേണ്ടി ഒരു ക്യാമ്പയിനായിട്ട് ഞങ്ങൾ കർഷകർക്കൊപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു മൂവായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ? നമ്മളൊരു കാര്യം, ഒരു ഗവൺമെന്റ് ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ അതിനെ അങ്ങനെ അങ്ങ് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല, ഇലക്ഷന് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇലക്ഷന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഈ ബില്ലിന്റെ പൂർണ്ണരൂപം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ അതിന്റെ പൂർണ്ണരൂപം നമുക്കിടയിൽ മനസ്സിലായിട്ടില്ല, കുറച്ച് വിവരങ്ങൾ മാത്രമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ബില്ല് പാസ്സായാലും അതിന്മേൽ ഉണ്ടാകുന്ന ചട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ബില്ല് എങ്ങനെയൊക്കെ പാസ്സായാലും ആ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ ബില്ലിൽ ഉദ്ദേശിക്കുന്ന നിയമം നടപ്പാകുന്നത്. അപ്പൊ അതിന്റെ ചട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മത ആവശ്യമുണ്ട്. ഇനി കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. ജീവന്റെ വില വളരെ വലുതാണ്. അതുപോലെ തന്നെ ഒരു നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നതിനും അങ്ങനെ ആ തൊഴിലെടുക്കുന്നതിന്റെ അനുഭവം, അതിന്റെ ഗുണം അനുഭവിക്കുന്നതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒരു മനുഷ്യനുണ്ടായിരിക്കണം. ആ കാര്യത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങൾ നിരവധിയായ സമരങ്ങൾ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അതിജീവന യാത്ര ഞങ്ങൾ നടത്തിയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒക്ടോബർ മാസം 13-ാം തീയതി മുതൽ 24-ാം തീയതി വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കേരളത്തിന്റെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പൊതുവിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ജാഥ, ഒരു അവകാശ സംരക്ഷണ യാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ശ്രീ രാജീവിന്റെ നേതൃത്വത്തിൽ ഒരു അവകാശ സംരക്ഷണ യാത്ര നടക്കുകയാണ്. അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഈ വന്യജീവി സംരക്ഷണത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് മുഴുവനും പ്രായോഗികമായി വെറും തൊലിപ്പുറമേയുള്ള പ്രകടനങ്ങൾ മാത്രമാണ് ഈ ഏറ്റവും അവസാനമായി നടന്ന സംഭവത്തിൽ പോലും കാണിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഞാൻ നേരത്തെ പരാമർശിച്ച മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണത്തിന് വേണ്ടിയിട്ടുള്ള കരട് നിർദ്ദേശങ്ങളുടെ അകത്ത് ഉൾപ്പെടുത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും വന്യജീവികളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന്മേൽ നടന്ന ചർച്ചയിൽ കർഷകരെയോ അല്ലെങ്കിൽ വന്യജീവി മേഖലയുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകളെ ഉൾപ്പെടുത്തിയില്ല. മറിച്ച് റിട്ടയർ ചെയ്ത ഒരു ഒറ്റ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും പരിസ്ഥിതി പ്രവർത്തകരെയും ആ തരത്തിലുള്ള ഏതാനും ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തിരുവനന്തപുരത്ത് ഈ മാസം ആദ്യം ചർച്ചകൾ നടന്നത് പോലും. അപ്പൊ ഇപ്പോൾ പോലും നമ്മളോട് ആത്മാർത്ഥമായിട്ടാണ് ഈ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ യാതൊരുവിധ സൂചനയും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ കർഷക സമൂഹം നേരിടുന്ന പൊതു പ്രശ്നങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വന്യജീവി ആക്രമണം. അതിലെ രണ്ടാമത്തെ സംഗതിയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ട അസ്ഥിരത, പ്രത്യേകിച്ച് റബ്ബറുമായി ബന്ധപ്പെട്ടുള്ളത്. നെല്ല് സംഭരിച്ചാൽ അതിന് പൈസ കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കാർഷിക പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾക്കൊന്നിനും പരിഹാരം കാണാനായിട്ട് ഗവൺമെന്റിന് ആകുന്നില്ല. ഭൂപ്രശ്നങ്ങൾ അതിരൂക്ഷമായി ഇവിടുത്തെ കേരളത്തിലെ ജനത നേരിടുന്നുണ്ട്. പട്ടയം നൽകിയ പട്ടയത്തിൽ നിർമ്മാണം നടത്തുന്നതിനോ അവിടെ ഒരു വ്യവസായം തുടങ്ങുന്നതിനോ അനുവാദം നൽകാത്ത രീതിയിൽ ഇപ്പൊ പുതിയ ഭൂപതിവ് ഭേദഗതി വന്നിരിക്കുകയാണ്. അപ്പൊ ഗുരുതരമായ പ്രതിസന്ധികൾ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഗുരുതരമായ ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകാതെ കേരളത്തിന്റെ പൊതു സമൂഹത്തിനും കർഷക സമൂഹത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടും അതുപോലെ തന്നെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ഇപ്പോൾ ഗവൺമെന്റ് തയ്യാറാകുന്നുമില്ല. ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുള്ളൂ, പക്ഷെ ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ക്രൈസ്തവ സമൂഹത്തോടൊരു വിവേചനം ഇപ്പോൾ പൊതുവിൽ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. EWS സംവരണത്തിന്റെ കാര്യത്തിൽ അതിന്റെ മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മാനദണ്ഡങ്ങൾക്കുള്ള പാരിറ്റി കൊടുത്തുകൊണ്ടുള്ളതല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാർ വളരെ സങ്കുചിത മനസ്സോടുകൂടിയാണ് EWS സംവരണത്തെ സമീപിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഗുരുതരമായ വിവിധ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാതെ കേരളീയ സമൂഹത്തിനും സംസ്ഥാനത്തിനും മുന്നോട്ട് പോകാനാവില്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം സംസ്ഥാന സർക്കാർ വരുത്തിവെച്ചത് തന്നെയാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ 8 ലക്ഷത്തിലധികം ഏക്കർ സ്ഥലമാണ് വന്യജീവി ആക്രമണം മൂലം മാത്രമായി ഇവിടെ കൃഷി ചെയ്യപ്പെടാതെ ഇരിക്കുന്നത്. ഈ 250 രൂപ റബ്ബറിന് വില നൽകുമെന്ന് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയിരുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പാലിച്ചില്ലെന്ന് മാത്രമല്ല, അതിന് വളരെ കുറഞ്ഞ വിലക്കാണ് റബ്ബർ വിൽക്കേണ്ടി വരുന്നത്. അപ്പൊ അതിന്റെ പേരിലുള്ള പ്രശ്നം എന്താണ്? ഓരോ കിലോഗ്രാം റബ്ബർ വിൽക്കുമ്പോഴും റബ്ബർ കർഷകൻ ഏതാണ്ട് 100 രൂപയുടെ അടുത്ത് നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ സഞ്ചിത നഷ്ടം പരിശോധിച്ചാൽ അത് മാത്രം മതി കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നെല്ല് കൃഷി ചെയ്ത് അത് മെതിച്ച് ചാക്കിലാക്കി അത് സംഭരണ മേഖലയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങുന്ന സിവിൽ സപ്ലൈസ്
അത് കുത്തി വിറ്റ് അരിയാക്കിയാലും ഈ കർഷകന് അതിന്റെ പൈസ കൊടുക്കുന്നില്ല. കേന്ദ്ര സർക്കാർ നെല്ലിന്റെ വിലയിൽ ഓരോ വർഷവും വർധന വരുത്തുമ്പോൾ സംസ്ഥാന സർക്കാർ സമാനമായ അളവിൽ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കർഷക വിരുദ്ധ നിലപാട്, ന്യൂനപക്ഷ വിരുദ്ധ നിലപാട്, ജനങ്ങളുടെ പൊതുജന താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത നിലപാട്, ഈ നിലപാടുകൾ തിരുത്താൻ ഗവൺമെന്റ് തയ്യാറാക്കണം. അതിന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഈ പ്രചരണം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ അവകാശ സംരക്ഷണ യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ അവകാശ സംരക്ഷണ യാത്രയോട് നിർത്തില്ല. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്തില്ല കേട്ടോ. കത്തോലിക്ക കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല. കത്തോലിക്ക കോൺഗ്രസ് അങ്ങനെ ഇലക്ഷൻ മത്സരിക്കുന്ന സംഘടനയുമല്ല. പക്ഷേ നമ്മൾ കാര്യങ്ങൾ തുറന്നു കാണിക്കാനും ഗവൺമെന്റിന്റെ നയം ജനവിരുദ്ധമായി തുടരുകയാണെങ്കിൽ അത് തുറന്നു കാണിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിലപാട് തന്നെയായിരിക്കും ഞങ്ങൾ സ്വീകരിക്കുക. ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റം സംഭവിക്കാൻ ഒക്ടോബർ 13 മുതൽ 24 വരെ നടത്തുന്ന ഈ ഒരു കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്ര, അതും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ഈ യാത്ര കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കും ഇല്ലേ? തീർച്ചയായും. കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട ആംഗിളിലല്ല ഇപ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വൈകാരികമായ ചില മേഖലകളിലേക്ക് പൊതുജന ശ്രദ്ധ തിരിച്ചുകൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ മാറ്റുന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും അത്തരം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് യാതൊരു ഗുണമോ യാതൊരു താല്പര്യവും ഇല്ലാത്ത വിഷയങ്ങളെ വലിയ പ്രശ്നങ്ങളാക്കി പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അതാണ് കേരളത്തിന്റെ പ്രശ്നമെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ചർച്ചകളും പ്രചരണങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. അത് മാറ്റിയിട്ട് ജനങ്ങളുടെ ജീവിത നിലവാരം, അവരുടെ തൊഴിലെടുക്കാനുള്ള അവസരം, അങ്ങനെ തൊഴിലെടുക്കുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ തൊഴിൽ രംഗത്തേക്ക് കടന്നു വരുവാനുള്ള അവസരം, അങ്ങനെയുള്ള മേഖലകളിലേക്ക് ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ ചിന്തകളും ചർച്ചകളും കടക്കുന്നില്ല എന്ന് വളരെ ദയനീയമായ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ രാഷ്ട്രീയ മേഖലയിലെ ഇത്തരം പെരിഫറലായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമയം ചെലവഴിക്കൽ നിന്ന് മാറ്റി ഗുരുതരമായ പ്രശ്നത്തിലേക്ക് ജനശ്രദ്ധ കൊണ്ടുവരണം. ഇന്നത്തെ റിപ്പോർട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും അധികം വിലവർധനമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ജീവിത സൂചികയിൽ വലിയ വർധനവ് വന്നിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ 3-4% ഉള്ളപ്പോൾ ഇവിടുത്തെ നാണയപ്പെരുപ്പ തോത് എന്ന് പറയുന്നത് ഏതാണ്ട് 8%-9%-അടുത്താണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കും, ഇന്നലെ വരെ 100 രൂപ കൊണ്ട് സാധിക്കുന്ന കാര്യം ഇന്ന് സാധിക്കണമെങ്കിൽ 108 രൂപയോ 109 രൂപയോ നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. അപ്പൊ നാണയപ്പെരുപ്പം വർദ്ധിക്കുന്നു, സാധനത്തിന്റെ വില കൂടുന്നു, ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ഇവിടെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇവിടുത്തെ വികസനത്തിന് എപ്പോഴും നിരന്തരമായി വിവിധ ഘടകങ്ങൾ തടസ്സം നിൽക്കുന്നു. നമ്മൾ ഏത് നോക്കിയാലും അവിടെയെല്ലാം അഴിമതിയുടെയും അതുപോലെ തന്നെ കാര്യക്ഷമത ഇല്ലായ്മയുടെയും ചിത്രങ്ങളാണ് കാണാൻ പോകുന്നത്. ഇങ്ങനെ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നാട്ടിൽ നിന്നുള്ള രക്ഷപ്പെട്ടു ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ട് ജനങ്ങൾ ഓടിപ്പോവുകയാണ്. ആ അവസ്ഥ മാറിയേ മതിയാവും. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന് അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംസ്ഥാനം ഇന്ത്യയെ വേറെയില്ല. ഈ പൊട്ടൻഷ്യൽ ഇവിടുത്തെ ജനങ്ങളുടെ വികസനത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഭരണം ഇവിടെ ഉണ്ടാകണം. അതിന് ഇവിടുത്തെ ഭരണാധികാരികൾ മാറാൻ തയ്യാറാക്കണം. അതുപോലെ തന്നെ പ്രതിപക്ഷവും അവരുടേതായ രീതിയിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകണം. ഇത് ഞങ്ങളുടെ നിലപാടാണ്, കത്തോലിക്ക കോൺഗ്രസിന്റെ കർക്കശമായ നിലപാടാണ്. ഈ നിലപാട് ജനങ്ങളെ അറിയിക്കുകയും ഇത് പൊതുസമൂഹത്തെ അറിയിക്കുകയും അങ്ങനെ ആ വിഷയത്തിൽ കേരളത്തിൽ ചർച്ച ആക്കുകയും ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവസാനമായിട്ടൊരു കാര്യം കൂടി, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മന്ത്രിസഭ അംഗീകരിച്ച ബില്ലിനെ കുറിച്ച് തന്നെ വരാം. ഇത് കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുഭാവപൂർവമായ ഒരു പ്രതികരണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കേന്ദ്ര വനം മന്ത്രി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, സംസ്ഥാനത്തിന് അവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള അധികാരമുണ്ട്, സംസ്ഥാനം ആ അധികാരം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ ഈ ബില്ലെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന് അധികാരം ഉപയോഗിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ അത് പരിഹരിക്കത്തക്ക തരത്തിലുള്ളതായിരിക്കുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രം അതിന് അംഗീകാരം തരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കാരണം അങ്ങനെ ഒരു കാര്യത്തിൽ അംഗീകാരം തരുന്നത് വഴി ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാപരമായ ബാധ്യത കൂടി അവർ നിറവേറ്റുകയാണ്. ഇനി അവിടെ വേറെ ഏതെങ്കിലും താല്പര്യമുള്ള ആളുകൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കടുത്ത പരിസ്ഥിതി സംഘടനകളോ പരിസ്ഥിതിവാദികളോ ഇടപെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇടപെട്ടാൽ ഒരുപക്ഷെ ഇതിന് തടസ്സങ്ങൾ ഉണ്ടായത് വരാം. അല്ലെങ്കിൽ ഇതിനൊരു തടസ്സം ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ കാണുന്നില്ല. കാരണം ഇത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ താല്പര്യമുള്ള, ഒരുപോലെ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. അപ്പൊ തീർച്ചയായും എന്റെ ഒരു വിശ്വാസം ഈ ബില്ല് കേന്ദ്രത്തിൽ എത്തുമ്പോൾ കേന്ദ്രം അതിന് അംഗീകാരം നൽകുമെന്ന് തന്നെയാണ്.
പക്ഷെ ആ വിശ്വാസത്തിന് പിന്നിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ബില്ല് തയ്യാറാക്കുന്നത് മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചോണ്ടാണ് എന്ന ധാരണയിലാണ് ഞാനിത് പറയുന്നത്. മറിച്ച് ഈ പേര് മാത്രമേ ഈ സംരക്ഷണമുള്ളൂ, ഭേദഗതി ഉള്ളൂ, അതിന്റെ അകത്തെ വകുപ്പുകൾ വരുമ്പോൾ അത്രയ്ക്ക് വലിയ സംരക്ഷണം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ അവസ്ഥ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സന്ദേഹത്തോടു കൂടി ആണെങ്കിലും കേന്ദ്രം ബില്ല് പാസ്സാക്കുമെന്ന് തന്നെയാണ് ന്യായമായി നമുക്ക് വിചാരിക്കാൻ കഴിയുക എന്നാണ് എന്റെ ധാരണ. അതിനോട് കൂടി കൂട്ടിച്ചേർത്ത് എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ ഒരു പര്യാപ്തമായ ബില്ല്, അതായത് മലയോര കർഷകർക്കും ഈ ഒരു വനമേഖലയിലൊക്കെ വനമേഖലയല്ല വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ സംരക്ഷണം, അതായത് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ടുള്ള ഒരു പര്യാപ്തമായ ഒരു ബില്ല് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്ന ഈ ഒരു ബില്ലിൻ്റെ ഉള്ളിലെ ക്ലോസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമാക്കി ആയിട്ടില്ല. എങ്കിലും വളരെ ഒരു നോർമലായിട്ട് കാര്യം നമുക്ക് അറിയുള്ളൂ. ഒരു പര്യാപ്തമായ ബില്ല് അത് എങ്ങനെയായിരിക്കണം എന്ന് KCCക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായും ഒരു പര്യാപ്തമായ ബില്ലെന്ന് പറയുമ്പോൾ അതിന് ലോക മാതൃകകൾ ധാരാളമുണ്ട്. അതെന്ന് പറയുന്നത് മനുഷ്യജീവനാണ് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ജീവനുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാകാൻ പാടില്ല. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മൃഗത്തിന്റെ ജീവൻ എടുക്കേണ്ടി വന്നാൽ എടുക്കാൻ തയ്യാറാകണം. അത് ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു വിധിയിലും അദ്ദേഹം അത് എടുത്തു പറയുന്നുണ്ട്. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യമെങ്കിൽ ഒരു മൃഗത്തിന്റെ ജീവൻ എടുക്കേണ്ടി വന്നാൽ അത് എടുക്കുന്നതിൽ തെറ്റില്ല. അത് ഇതിന്റെ അകത്ത് ഉണ്ടാകേണ്ട ഒരു അടിസ്ഥാനപരമായ ഘടകമാണ്. രണ്ടാമത്തെ സംഗതി, ഞാൻ മുമ്പേ പറഞ്ഞ നമ്മളുടെ കൃഷിഭൂമിയിൽ, കർഷകന്റെ കൃഷിഭൂമിയിൽ കർഷകനുള്ള അധികാരം സ്ഥാപിച്ചെടുക്കുന്നതായിരിക്കണം ആ ബില്ല് എന്നുള്ളതാണ്. മൂന്നാമത്തെ സംഗതി, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയാണ് ഊന്നി പറയുന്നതെങ്കിൽ അതിനാവശ്യമായ പരിസ്ഥിതി നിലനിർത്താനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, മൃഗങ്ങളെ നിലനിർത്താനല്ല. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ തീരുമാനം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മൃഗങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് പരിസ്ഥിതി സംരക്ഷണം എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അതൊരു തെറ്റായ ധാരണയാണ്. വനത്തിനകത്ത് നിൽക്കുന്ന മൃഗങ്ങളാണ് പരിസ്ഥിതിയോട് ഇണങ്ങി നിൽക്കുന്ന മൃഗങ്ങൾ. വനത്തിന് പുറത്ത് കിടക്കുന്നത് ആ വനത്തിന്റെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് കിടക്കുന്നവരാണ്. മനുഷ്യന് വനത്തിനകത്തുനിന്ന് കയറുന്നത് എത്രമാത്രം കുറ്റകരമാണോ അതുപോലെ തന്നെയാണ് വനത്തിനകത്തുനിന്ന് വന്യജീവി പുറത്തേക്ക് വരുന്നതും അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വനത്തിനകത്ത് അവർ നിൽക്കേണ്ടതാണ്. വനത്തിനകത്ത് വന്യജീവികളെ നിർത്താൻ പറ്റാത്ത സാഹചര്യം വനത്തിനകത്തുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം വനംവകുപ്പിനുള്ളതാണ്. അതിൽ വനംവകുപ്പ് കുറ്റക്കാരാണ്. അവരെ കുറ്റക്കാരായിട്ട് തന്നെ അക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ ഒരു കാരണവശാലും വനാതിർത്തിക്ക് പുറത്ത് ഒരു വന്യജീവിക്കും നിയമപരമായ സംരക്ഷണം ഉണ്ടാവില്ല എന്ന കർക്കശമായ നിലപാട്, അതായത് കേന്ദ്ര വനസംരക്ഷണ നിയമത്തിലെ 1972 സെക്ഷൻ 236 അനുസരിച്ച് വന്യജീവി എവിടെ കണ്ടാലും അതിന് സംരക്ഷണം നൽകണമെന്ന ആ ക്ലോസിന് മാറ്റം വരികയും വന്യജീവികൾ വനത്തിനകത്തായിരിക്കണം എന്ന് നിശ്ചയിക്കുകയും വനത്തിന് പുറത്തു കടന്നാൽ അവയ്ക്ക് നിയമപരമായ സംരക്ഷണം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാട്ടുപന്നികൾ, വനം കാണാത്ത കാട്ടുപന്നികളുണ്ട് ഇവിടെ, നിങ്ങളത് മനസ്സിലാക്കണം. ആ കാട്ടുപന്നികൾ പല തലമുറകളായി കൃഷിയിടത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് താമസിക്കുന്നു, അവിടെ അത് പെറ്റുപെരുകുന്നു, അവിടെ പ്രസവിക്കുന്നു, വീണ്ടും അവിടെ തന്നെ വരുന്നു. അങ്ങനെ വനം എന്ന് പറയുന്ന കാണാത്ത കാട്ടുപന്നിയെ എങ്ങനെ കാട്ടുപന്നി എന്ന് പറയാൻ പറ്റുന്നത്? അത് നാട്ടുപന്നികളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട ചില ഘടകങ്ങൾ തന്നെയാണ്. അതുപോലെ കൃഷിയെ അടിസ്ഥാനപരമായി നശിപ്പിക്കുന്ന തരത്തിലുള്ള മൃഗങ്ങൾ കൃഷിയിടത്തിൽ കടന്നാൽ അവയെ തുരുത്തുന്നതിനോ വെടിവെക്കുന്നതിനുള്ള അധികാരം കൊടുത്തേ മതിയാവും. അപ്പൊ ഇതിൽ ഒരു അല്പം കൂടെ ഒരു പ്രായോഗിക സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അത് ഉണ്ടാക്കുന്നതോടൊപ്പം ഒരു സാങ്കേതിക കാര്യം കൂടെ പറയാനുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വനത്തിന് പുറത്തേക്ക് വന്യജീവികൾ കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള വേലിക്കെട്ടുകൾ പല സ്വഭാവത്തിലുള്ള നിർമ്മിക്കാനായിട്ട് കഴിയും. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. വനാതിർത്തിക്ക് പുറത്ത് ഒരു വന്യജീവിക്ക് കടക്കാനേ കഴിയുകയില്ല. പക്ഷെ ഇവിടെ വനാതിർത്തിയിൽ ഈ സോളാർ ഫെൻസിങ് ആയിക്കോട്ടെ, ഹാങ്ങിങ് ഫെൻസിങ് ആയിക്കോട്ടെ, അല്ലെ മറ്റെന്തെങ്കിലും വേരുകളായിക്കോട്ടെ, കെട്ടുന്നത് വനംവകുപ്പാണ്. അത് കെട്ടുന്നതിന്റെ സാങ്കേതികത്വം നിശ്ചയിച്ചിരിക്കുന്ന വനംവകുപ്പാണ്. യഥാർത്ഥത്തിൽ അതിന്റെ സാങ്കേതികത്വം നിശ്ചയിക്കുന്നതിന് ആവശ്യമായ പരിശീലനമോ പരിചയമോ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരല്ല ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ. അത് ഒരു പൊതു PWD പോലുള്ള ഒരു പൊതു സംവിധാനത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കത്തക്ക രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വനാതിർത്തിയിൽ നടത്തി നമ്മുടെ കേരളത്തിൽ വനവും കൃഷിയിടവുമായി വേർതിരിയുന്ന മുഴുവൻ സ്ഥലങ്ങളിലും വന്യജീവികൾ കടക്കാതിരിക്കാൻ തക്ക വേലികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വന്യജീവി ആക്രമണത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നേ ഇല്ല. അപ്പൊ ആ തരത്തിൽ പ്രായോഗികമായ വയബിൾ, അതായത് സാധ്യമാകുന്ന പ്രവർത്തിക്കാൻ കഴിയും എന്നുറപ്പുള്ള വകുപ്പുകൾ കൂടി ഈ നിയമത്തിനകത്തേക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ നിയമം ഒരു ഗുണമുള്ള നിയമമാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയൂ. ഓക്കെ, എന്തായാലും വ്യക്തമാണ്. തീർച്ചയായിട്ടും മനുഷ്യ ജീവന് വില കൊടുക്കുന്ന ഒരു ബില്ല് ഈ ഒരു കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കേരളത്തിലെ സാധാരണക്കാരായ വ്യക്തികൾക്ക് വേണ്ടി
AKCC നടത്തുന്ന ഒക്ടോബർ 13 മുതൽ നടത്തുന്ന അവകാശ സംരക്ഷണ ഒരു പ്രചരണ പരിപാടിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ഈ ഒരു വിഷയത്തിൽ ഇത്ര നേരം നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായി കൃത്യമായി തന്നെ ഈ ഒരു ബില്ലും എന്തൊക്കെയാണ് സർക്കാർ ഈ ഒരു മലയോര കർഷകർക്കും അതോടൊപ്പം തന്നെ അവിടെ വസിക്കുന്ന ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടി ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തന്ന ഡോക്ടർ ജോസുകുട്ടി ഒഴുകിൽ സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു. നന്ദി.